ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പാഡ്മാൻ എന്ന ഹിന്ദി സിനിമയുടെ കഥയുമായിട്ടാണ്. ഇതൊരു റിയൽ സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഥ പറയുന്നത് കേൾക്കാനും ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സമയം കളയാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നായകനായ ലക്ഷ്മികാന്തിൻ്റെയും ഗായത്രിയുടെയും കല്യാണമാണ്. ലക്ഷ്മികാന്തിനാണെങ്കിൽ ഭാര്യയോട് ഒരുപാട് സ്നേഹമാണ്. ഒരു ദിവസം അടുക്കളെത്തിയ ലക്ഷ്മികാന്ത് കാണുന്നത് ഗായത്രിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതാണ്. കാര്യം തിരക്കിയപ്പോൾ അത് ഉള്ളി എറിഞ്ഞിട്ട് വന്നതാണ് എന്ന് അവൾ പറയുന്നു. ഒരു വർക്ക്ഷോപ്പിലാണ് ലക്ഷ്മികാന്ത് ജോലി ചെയ്യുന്നത്. ജോലിക്ക് പോകുന്ന സമയത്ത് ചെണ്ട കൊട്ടുന്ന കുറെ പാവകൾ വിൽക്കാൻ വെക്കുന്നത് ലക്ഷ്മികാന്ത് കാണുകയാണ്. ലക്ഷ്മികാന്ത് ആ പാവകളെ വാങ്ങി അതിന്റെ കയ്യിലുണ്ടായിരുന്ന 2 കോലുകളും മാറ്റി അതിൽ 2 കത്തി പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതൊരു ഉള്ളി അരിയുന്ന മെഷീനാക്കി മാറ്റി അത് ഭാര്യയ്ക്ക് സമ്മാനമായി നൽകുന്നു. അത് കണ്ട അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഒരു ദിവസം സിനിമയ്ക്ക് പോകാൻ ഒരുങ്ങിയ ഗായത്രി ലക്ഷ്മികാന്തിന്റെ സൈക്കിളിന്റെ പുറകിൽ കയറിയിരിക്കുന്നു. പക്ഷേ അതിൽ കമ്പി കുത്തി അവൾ അപ്പം തന്നെ അതിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. അതുകൊണ്ട് ലക്ഷ്മികാന്ത് സൈക്കിളിന്റെ മുൻവശത്തിരിക്കാൻ അവളോട് പറയുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ സൈക്കിളിന്റെ മുൻവശത്തിരുന്നത്. കാരണം ഓരോ പ്രാവശ്യം സൈക്കിൾ ചവിട്ടുമ്പോഴും അവന്റെ കാൽമുട്ടുകൾ അവളുടെ പുറകിൽ ഇടിച്ചുകൊണ്ടിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ലക്ഷ്മി പിറ്റേ ദിവസം തന്നെ സൈക്കിളിന്റെ ബാക്കിൽ ഒരു നല്ല സീറ്റ് വെച്ച് പഠിപ്പിക്കുകയാണ്. അങ്ങനെ രക്ഷാബന്ധൻ ദിവസം വരികയാണ്. രാഖിയൊക്കെ കെട്ടി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് ഭക്ഷണം കഴിക്കാനായി ഇരുന്ന ഗായത്രി പെട്ടെന്ന് അവിടെ നിന്നും എണീച്ചു പോകുന്നു. അതുകണ്ട് ലക്ഷ്മികാന്തിന്റെ സഹോദരിയും അവളുടെ ഒപ്പം പോവുകയാണ്. ലക്ഷ്മികാന്തിന് കാര്യമൊന്നും മനസ്സിലായില്ല. എന്തു പറ്റിയെന്ന് അന്വേഷിക്കാനായി ലക്ഷ്മികാന്ത് അവളുടെ അടുത്തേക്ക് പോകുന്നു. അമ്മ വിലക്കുന്നുണ്ടെങ്കിലും അതൊന്നും ലക്ഷ്മികാന്ത് കേൾക്കുന്നില്ല. ഇത് സ്ത്രീകളുടെ പ്രശ്നമാണ്, ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ഗായത്രി പറയുന്നു. അവിടെയുള്ള സ്ത്രീകളെല്ലാം പീരീഡ്സ് ആയി കഴിഞ്ഞാൽ വീട്ടിന്റെ വരാന്തയിലാണ് കിടക്കുന്നത്. ലക്ഷ്മികാന്ത് പക്ഷേ അവളോട് അകത്തേക്ക് വരാൻ പറയുകയാണ്. പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. ഇവിടെ ഞാൻ മാത്രമല്ല വേറെയും സ്ത്രീകളുണ്ട് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവരോടൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, അവർ കേൾക്കാത്തത് കൊണ്ടാണ് എന്ന് ലക്ഷ്മികാന്ത് പറയുന്നു. ലക്ഷ്മികാന്ത് എത്ര നിർബന്ധിച്ചിട്ടും അവൾ അകത്തേക്ക് പോകാൻ കൂട്ടാക്കിയില്ല. രാവിലെ ചായയുമായി ലക്ഷ്മി അവളുടെ അടുത്തേക്ക് പോകുന്നു. എന്തിനാണ് ചായയുമായി ഇങ്ങോട്ട് വന്നത് എന്ന് അവൾ ചോദിക്കുകയാണ്. ഈ സമയം പല്ലി കണ്ട് പേടിച്ച് അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. അവനെ തൊടാൻ പറ്റില്ലല്ലോ എന്ന കാര്യം പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഇതിലൊന്നും ലക്ഷ്മിക്ക് പക്ഷേ യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. ഈ സമയം അവളുടെ കയ്യിൽ നിന്ന് വീണുപോയ തുണി അവൻ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ തൊടരുത് എന്ന് പറഞ്ഞ് അവൾ വേഗം ആ തുണിയെടുത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന സാരിയുടെ അടിയിൽ കൊണ്ട് മറച്ചു വെക്കുന്നു. ഇത്രയും വൃത്തികെട്ട തുണി നീ എന്തിനാണ് അവിടെ വെക്കുന്നത്? സാരി വൃത്തികേടാകും എന്ന് അവൻ പറഞ്ഞപ്പോൾ ഇത് വച്ചില്ലെങ്കിൽ എന്റെ സാരി വൃത്തികേടാകും. നിങ്ങൾക്ക് ലേഡീസിന്റെ പ്രശ്നത്തെക്കുറിച്ച് അറിയില്ല, നിങ്ങൾ അകത്തേക്ക് പോകൂ എന്ന് അവൾ പറയുന്നു. ഈ സമയത്ത് നീ ഇത്രയും വൃത്തികെട്ട തുണിയാണോ ഉപയോഗിക്കുന്നത്? ഞാൻ എന്റെ സൈക്കിൾ തുടയ്ക്കാൻ പോലും ഞാൻ ആ തുണി ഉപയോഗിക്കില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അങ്ങ് അകത്തേക്ക് പോകൂ എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ലക്ഷ്മി നേരെ പോകുന്നത് മെഡിക്കൽ ഷോപ്പിലേക്കാണ്. അവിടെ പോയി പാഡ് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പേര് പറയാൻ ലക്ഷ്മിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ലേഡീസ് യൂസ് ചെയ്യുന്നത്, പിന്നെ ടി വിയിലൊക്കെ അതിന്റെ പരസ്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കടക്കാരൻ അത് പാഡാണെന്ന് മനസ്സിലാവുന്നത്. അതിന്റെ വില 55 രൂപയായിരുന്നു. പക്ഷേ ലക്ഷ്മിയുടെ കയ്യിലുണ്ടായിരുന്നത് 40 രൂപയും. ബാക്കി പൈസ നാളെ തരാം എന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ സമ്മതിച്ചില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ലക്ഷ്മിയുടെ സുഹൃത്തായ ബബ്ലു ആ വഴി വന്നത്. അങ്ങനെ ബബ്ലുവിന്റെ കയ്യിൽ നിന്ന് 15 രൂപ കടം വാങ്ങിയാണ് ലക്ഷ്മി ആ പാഡ് വാങ്ങിയത്. താഴെ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാറ്റിംഗ് ചെയ്യുന്ന പയ്യനെ തന്നെ നോക്കിയിരിക്കുന്ന ഗായത്രിയെ കണ്ട് അവർക്ക് എന്റെ ബാറ്റിംഗ് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു, അവരെപ്പോഴും ഞാൻ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ആ പയ്യൻ പറയുന്നു. അവർക്ക് 5 ദിവസമായി ടെസ്റ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നും എവിടേക്കും പോകാൻ കഴിയില്ല എന്ന് അതിൽ വേറൊരു പയ്യൻ മറുപടി പറയുകയാണ്. പീരീഡ്സിനാണ് അവർ ടെസ്റ്റ് മാച്ച് എന്ന് പറയുന്നത്. ഈ സമയം ലക്ഷ്മി അവിടേക്ക് വന്ന് പാഡ് പൊതിഞ്ഞ കവർ അവൾക്ക് നൽകുന്നു. പാഡ് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമാകുന്നുണ്ട്. ഇതിന്റെ പരസ്യം ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ അവൾ പെട്ടെന്നാണ് അതിന്റെ വില ശ്രദ്ധിക്കുന്നത്. 55 രൂപയോ? നിങ്ങൾക്ക് എന്താ ലോട്ടറി അടിച്ചോ എന്നാണ് അവൾ ചോദിക്കുന്നത്. വീട്ടിൽ ഞാൻ മാത്രമല്ല നിങ്ങളുടെ 2 സഹോദരിമാരുമുണ്ട്. എല്ലാവരും ഇത്രയും വിലയുള്ള സാധനം ഉപയോഗിച്ചാൽ നമ്മൾ വീട്ടിൽ പാലും മോരും എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും എന്നവൾ പറയുന്നു. ലക്ഷ്മി എത്ര നിർബന്ധിച്ചിട്ടും അവൾ അത് ഉപയോഗിക്കാൻ തയ്യാറായില്ല. അമ്മ കണ്ടാൽ എനിക്കാണ് ചീത്ത കേൾക്കുക, നിങ്ങൾ അത് തിരിച്ചു കൊടുക്കണമെന്ന് അവൾ പറയുന്നു. തിരിച്ചു കൊടുത്തപ്പോൾ കടക്കാരൻ അത് വാങ്ങാത്തതുകൊണ്ട് അത് ഷർട്ടിനുള്ളിൽ വെച്ചുകൊണ്ടാണ് ലക്ഷ്മികാന്ത് ജോലിക്ക് പോയത്. ജോലി സ്ഥലത്ത് വെച്ച് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കൈ മുറിയുകയാണ്. കെട്ടാനായി എല്ലാവരും പഴയ തുണി കൊണ്ടുവന്നപ്പോൾ ലക്ഷ്മികാന്ത് സമ്മതിച്ചില്ല. പുതിയ തുണി ചോദിച്ചപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന പാഡ് വെച്ചിട്ടാണ് ലക്ഷ്മികാന്ത് അയാളുടെ മുറി കെട്ടുന്നത്. ഇത് ലേഡീസ് ഉപയോഗിക്കുന്ന സാധനമാണ്, ഇതുകൊണ്ട് കെട്ടരുത് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കേൾക്കാതെ ലക്ഷ്മികാന്ത് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പാഡ് വെച്ച് മുറിവ് കെട്ടാൻ തോന്നിയത് ആരുടെ ഐഡിയ ആണെന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. ഞങ്ങളെല്ലാവരും തുണി വെച്ച് കെട്ടാൻ നിന്നതാണ്, ലക്ഷ്മികാന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് കൂടെ ഉണ്ടായിരുന്നാൽ ലക്ഷ്മികാന്തിനെ കുറ്റപ്പെടുത്തുന്നു. അയാൾ ചെയ്തത് നല്ല കാര്യമാണെന്നും ഒരുപക്ഷെ തുണി വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷനായി കൈ മുറിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടാവും എന്ന് ഡോക്ടർ പറയുന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് നിനക്ക് എങ്ങനെയാണ് ഈ പാഡ് കിട്ടിയത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു. എന്റെ ഭാര്യ വൃത്തികെട്ട തുണി ഉപയോഗിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യതെ ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി ഈ പാഡ് വാങ്ങിയതാണ് എന്ന് ലക്ഷ്മി പറയുന്നു.
ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ പലരും രോഗം വിളിച്ചു വരുത്തുകയാണെന്നും ചിലർക്കെല്ലാം കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നം ഉണ്ടാവാറുണ്ടെന്നും ചിലരെല്ലാം മരണത്തിലേക്ക് പോവാറുണ്ടെന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ട് ലക്ഷ്മിക്ക് വല്ലാതെ ടെൻഷൻ ആവുകയാണ്. എങ്ങനെയെങ്കിലും ഗായത്രിയെ കൊണ്ട് ഈ പാഡ് ഉപയോഗിപ്പിക്കണം എന്ന് ലക്ഷ്മി വിചാരിക്കുന്നു. ഇത്രയും വെയിറ്റ് ഇല്ലാത്ത ഈ സാധനത്തിന് എന്തിനാണ് 55 രൂപ എന്ന് ലക്ഷ്മി ചിന്തിക്കുന്നു. അങ്ങനെ ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ആ പാഡിനകത്ത് എന്താണുള്ളത് എന്ന് ലക്ഷ്മി പൊട്ടിച്ചു നോക്കുന്നു. അതിൽ വെറും പഞ്ഞി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കണ്ട് ലക്ഷ്മി നേരെ തന്റെ സുഹൃത്തിന്റെ കടയിൽ പോയി 1 മീറ്റർ തുണിയും ബെഡ് ഉണ്ടാകുന്ന കടയിൽ ചെന്ന് കുറച്ച് പഞ്ഞിയും തന്റെ സുഹൃത്തായ ചെരുപ്പ് നന്നാക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് പശയും വാങ്ങുന്നു. എല്ലാം ലക്ഷ്മിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ ലക്ഷ്മി സ്വന്തമായി പാഡ് ഉണ്ടാക്കി അത് ഭാര്യയ്ക്ക് സമ്മാനമായി നൽകുന്നു. ഇതിന്റെ വില 0 ആണെന്നും ഞാനിതെന്റെ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നും നീ ഇത് ഉപയോഗിച്ച് നോക്ക്, നിനക്കിത് ഇഷ്ടമാകുകയാണെങ്കിൽ ഞാൻ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്നും ലക്ഷ്മികാന്ത് പറയുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഞാനിപ്പോ വീടിനകത്താണുള്ളത്, കുഴപ്പമില്ല, ഞാൻ അടുത്ത മാസം വീണ്ടും പുറത്തു പോകും, അപ്പൊ ഞാൻ ഇത് ഉപയോഗിക്കാം എന്ന് അവൾ പറയുന്നു. അവളുമായി റൊമാൻസിൽ ഒരുങ്ങിയപ്പോൾ അടുത്ത 5 ദിവസം ലക്ഷ്മിയുടെ സഹോദരിയായ സോനു പുറത്താണെന്നും അതുകൊണ്ട് റൊമാൻസ് ഒന്നും പാടില്ല എന്നും അവൾ പറയുന്നു. കാരണം ഇവരുടെ മുറിയോട് ചേർന്നുള്ള വരാന്തിയിലാണ് സോനു കിടക്കുന്നത്. പേടെടുത്ത് സോനുവിന് കൊടുത്താലോ എന്ന് ലക്ഷ്മി ചിന്തിക്കുന്നത് കണ്ട് ഗായത്രി വേഗം ആ പേടെടുത്ത് തന്റെ ബാഗിൽ വെക്കുന്നു. അങ്ങനെ 1 മാസമായി ഗായത്രി ലക്ഷ്മിയും കൂടെ ഒരു ഉത്സവത്തിന് പോയതാണ്. അവിടെ വെച്ച് ഗായത്രിക്ക് പീരിയഡ്സ് ആവുന്നു. വീട്ടിലെത്തിയവൾ അവനുണ്ടാക്കിയ പാഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ രാവിലെ എണീറ്റ് ലക്ഷ്മി കാണുന്നത് അവൾ വീണ്ടും ആ പഴയ തുണി ഉപയോഗിക്കുന്നതാണ്. അത് കണ്ട് ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നു. നീ എന്താണ് അത് ഉപയോഗിക്കാത്തത് എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടപ്പോൾ അത് ഉപയോഗിച്ചതുകൊണ്ട് എന്റെ സാരി മുഴുവൻ നാശമായെന്നും രാത്രി മുഴുവൻ ഇരുന്ന് ഞാൻ വാഷ് ചെയ്യായിരുന്നെന്നും അത് ഒട്ടും നല്ലതല്ല എന്നും അവൾ പറയുന്നു. അത് കേട്ട് ലക്ഷ്മി വീണ്ടും അവൾക്ക് വേണ്ടി പാഡ് ഉണ്ടാക്കുന്നു. ആദ്യം ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നന്നായിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. പക്ഷെ ഗായത്രി അത് ഉപയോഗിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞത് കേട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് രാത്രി മുഴുവൻ ഡ്രസ് വാഷ് ചെയ്യേണ്ടി വന്നു. ഭാഗ്യത്തിന് രാത്രി ആയതുകൊണ്ട് ആരും കണ്ടില്ല. പക്ഷെ ഇപ്പൊ പകലാണ്, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും എന്നവൾ പറയുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നാണക്കേടോടെ ജീവിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് അസുഖം വന്ന് മരിക്കുന്നത് എന്നവൾ പറയുന്നു. അങ്ങനെ നിരാശയോടെ അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് ലക്ഷ്മികാന്തിന്റെ 2 സഹോദരിമാരും മുന്നിൽ ചെന്നുപെട്ടത്. ചേട്ടൻ എന്തോ മറച്ചു കൊണ്ടുപോകുന്നത് കണ്ട് അവർ രണ്ടുപേരും അതെന്താണെന്ന് നോക്കുകയാണ്. പേടാണെന്ന് കണ്ടപ്പോൾ അവരുടെ മുഖം മാടുകയും അവരവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. താൻ ഉണ്ടാക്കിയ പാട് നല്ലതാണോ എന്ന് അറിയാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് തന്റെ മൂത്ത സഹോദരിയെ കുറിച്ച് ലക്ഷ്മികാന്തിന് ഓർമ്മ വന്നത്. ലക്ഷ്മികാന്ത് നേരെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നു. ലക്ഷ്മികാന്തിനെ കണ്ടതും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ലക്ഷ്മികാന്തിന് അവർ ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരിയുടെ മകൻ ലക്ഷ്മികാന്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പാഡ് എടുത്തിട്ട് മാമന്റെ കർച്ചീഫ് എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കുന്നു. അത് കണ്ടതും എല്ലാവരുടെയും മുഖം മാറുകയാണ്. ഞാനിത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് ലക്ഷ്മി സഹോദരിയോട് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയുടെ സഹോദരി ലക്ഷ്മികാന്തിന്റെ വീട്ടിൽ വന്ന് അമ്മയോട് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നതാണ്. എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ലക്ഷ്മി ഇത് തരുന്നത് എന്ന് അവൾ സങ്കടത്തോടെ പറയുന്നു. ഞാൻ ഇത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തരണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ നിന്റെ മകനാണ് അത് എന്റെ പോക്കറ്റിൽ നിന്നും എടുത്തത് എന്ന് ലക്ഷ്മി പറയുന്നു. അവനൊരു കൊച്ചുകുട്ടിയാണ്, അവനെന്താ അറിയാം, മാത്രമല്ല ഒരു സഹോദരൻ സഹോദരിക്ക് കൊടുക്കേണ്ട സാധനമാണോ ഇത് എന്ന് അവൾ ചോദിക്കുന്നു. ശരിയാണ്, ഇതുവരെ തന്നിട്ടില്ല, പക്ഷെ ഞാൻ ഇതിനു മുമ്പേ തരേണ്ടതായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നു. നിങ്ങൾ എന്റെ കയ്യിൽ രാഖി കെട്ടിയതല്ലേ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും, പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി തന്നത് എന്ന് ലക്ഷ്മി പറയുന്നു. നിങ്ങൾ രണ്ടുപേരും പഠിച്ചതല്ലേ, നിങ്ങളെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കുക, അതിൽ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞ പാഡ് ലക്ഷ്മി തന്റെ ഇളയ സഹോദരിമാരുടെ കയ്യിലേക്ക് നീട്ടുകയാണ്. അത് കണ്ടതും അവർ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ദയവ് ചെയ്ത് നീ ഇനി വീട്ടിലേക്ക് വരരുത്, നീ വന്നാൽ അവരെന്നെ ഇറക്കി വിടും എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത സഹോദരി അവിടെ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ്. കല്യാണം കഴിഞ്ഞതോടെ അവന്റെ സ്വഭാവം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അമ്മയും അവിടെ നിന്ന് പോകുന്നു. ലക്ഷ്മികാന്തിനെ ആ വീട്ടിൽ ആരും മനസ്സിലാക്കിയില്ല. എല്ലാവരും നാണക്കേടിന്റെ പേര് പറഞ്ഞ അസുഖം വിളിച്ചു വരുത്തുകയാണ് എന്ന് ലക്ഷ്മികാന്ത് നിരാശയോടെ പറയുന്നു. അങ്ങനെ വിഷമത്തോടെ കിടന്ന ലക്ഷ്മികാന്ത് ഗായത്രിക്ക് അസുഖം വരുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ്. ഗായത്രിയെ എങ്ങനെയെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഈ പാട് ഗായത്രിയെ ധരിപ്പിക്കണം എന്ന് ലക്ഷ്മികാന്ത് ചിന്തിക്കുന്നു. ആദ്യം ഈ പാഡ് ഉണ്ടാക്കിയത് ശരിയാണോ എന്നറിയണം, അത് ആരോട് ചോദിക്കാം എന്ന് ആലോചിച്ചപ്പോഴാണ് ഡോക്ടറെ കുറിച്ച് ഓർമ്മ വന്നത്. അങ്ങനെ ഡോക്ടറോട് ചോദിക്കാനായി ലക്ഷ്മികാന്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കുറച്ചു നാളത്തേക്ക് ഡോക്ടർ അവിടെ ഉണ്ടാകില്ല എന്ന ബോർഡ് കണ്ട് ലക്ഷ്മിക്ക് നിരാശയാവുകയാണ്. അങ്ങനെ പാഡുമായി ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കാൻ കറക്കി നടക്കുന്ന ലക്ഷ്മി മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ബസ് കാണുകയാണ്. മെഡിക്കൽ കോളേജിലെത്തിയ ലക്ഷ്മി സ്റ്റുഡൻസിനെല്ലാം പാഡ് നൽകുകയാണ്. പക്ഷെ അത് വാങ്ങാൻ ആരും കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ലക്ഷ്മി അവിടെ നിന്നും ഓടിച്ചു വിടുന്നു. ഈ സമയം 2 വീലറിൽ അവിടെ എത്തിയ ഒരു സ്റ്റുഡന്റിന്റെ മുന്നിൽ ലക്ഷ്മിയുടെ പാഡെല്ലാം വീഴുകയാണ്. കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടി ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും പാഡ് വാങ്ങിക്കുന്നു. പിറ്റേ ദിവസം വീണ്ടും കുറെ പാഡുകൾ ഉണ്ടാക്കി അത് പാഡെല്ലാം ഓരോ ഫീഡ്ബാക്ക് പേപ്പറിൽ പൊതിഞ്ഞ് ആ കുട്ടിക്ക് നൽകുന്നു. ബാഡ്, ഗുഡ്, വേഴ്സ്റ്റ് എന്നായിരുന്നു ആ ഫീഡ്ബാക്കിൽ എഴുതിയിരുന്നത്. ലക്ഷ്മി ആ കുട്ടിയുമായി സംസാരിക്കുന്നത് ലക്ഷ്മിയുടെ ബന്ധു കാണുന്നുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കാനിരുന്ന ലക്ഷ്മിക്ക് ദേഷ്യത്തോടെയാണ് ഗായത്രി ഭക്ഷണം വിളമ്പിയത്. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റുമായിട്ട് എന്താണ് ബന്ധം എന്ന് അവൾ ചോദിക്കുന്നു. ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ നിന്നും പോകാം എന്ന് ഗായത്രി പറയുന്നു. ആ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ കൂട്ടുകാർക്കെല്ലാം പാഡ് നൽകി അഭിപ്രായം പറയാൻ പറയുകയാണ്. പക്ഷെ അത് വാങ്ങാൻ ആരും കൂട്ടാക്കിയില്ല. ഇതെല്ലാം എവിടെ നിന്നുണ്ടാക്കി, എങ്ങനെ
ഉണ്ടാക്കി എന്നറിയാതെ നമ്മൾ ഉപയോഗിക്കരുത് എന്ന് അവർ അഭിപ്രായം പറയുന്നു. ഈ കാര്യം ലക്ഷ്മികാന്തിനോട് പറഞ്ഞാൽ വിഷമമാകുമോ എന്ന് കരുതി അവൾ ആ ഫീഡ്ബാക്ക് പേപ്പറിൽ ഇഷ്ടമുള്ള ആൻസർ ടിക്ക് ചെയ്യുകയാണ്. പക്ഷേ ഇത് ലക്ഷ്മികാന്ത് കാണുന്നു. ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ അത് എനിക്ക് തന്നെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ലക്ഷ്മികാന്ത് അവിടെ നിന്ന് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എവിടെ പോയി എന്ന് അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് ലക്ഷ്മികാന്ത് ചോദിക്കുന്നു. ടിൻഡു ഏജ് അറ്റൻഡ് ആയതിന്റെ ഫംഗ്ഷൻ നടക്കുകയാണ് എന്ന് ആ കുട്ടികൾ പറയുന്നു. ടിൻഡു ലക്ഷ്മികാന്തിന്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്. രാത്രി അവളെ വരാന്തയിൽ കടത്തി അമ്മ വാതിലടയ്ക്കുന്നു. ഈ സമയം ലക്ഷ്മി ജനലരികിൽ വന്ന് അവളെ വിളിക്കുന്നു. നീ എത്ര ചെറിയ കുട്ടിയായിരുന്നു, എത്ര പെട്ടെന്ന് വലുതായി എന്ന് അവളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഈ സമയം ലക്ഷ്മി സ്നേഹത്തോടെ അവൾക്ക് പാഡ് നൽകുന്നു. ഈ സമയം അവളുടെ അമ്മ അത് കണ്ടുകൊണ്ട് വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ബഹളം കേട്ട് ആ സ്ട്രീറ്റിലുള്ള എല്ലാവരും എണീറ്റ് നോക്കുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും അതൊന്നും ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ ലക്ഷ്മി കാണുന്നത് തന്റെ സഹോദരിമാർ ബാഗ് പാക്ക് ചെയ്യുന്നതാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നീ കാരണം ഇവരുടെ ജീവിതം നശിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഇനി മുതൽ അവർ മൂത്ത സഹോദരിയുടെ കൂടെ നിൽക്കും എന്ന് അമ്മ പറയുന്നു. നാണക്കേട് കാരണം മരുമകളും കൂടെ വീട് വിട്ട് പോകാൻ നിൽക്കുകയാണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ ലക്ഷ്മി ഗായത്രിയെ തടയുന്നു. ലക്ഷ്മി പറയുന്നതൊന്നും കേൾക്കാൻ അവൾ തയ്യാറായില്ല. ജോലിക്ക് പോലും പോകാതെ നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പിന്നാലെ നിൽക്കുന്നത്? ആദ്യമായി വലിയ കുട്ടിയായ അവൾക്ക് പോലും നിങ്ങൾ ആ പാഡ് കൊണ്ടു കൊടുത്തു. നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് നിന്നെ കുറിച്ചുള്ള ടെൻഷനാണ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം, പക്ഷെ നീ എന്നെ വിട്ട് പോകരുത് എന്ന് ലക്ഷ്മി അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരയുന്നു. നിങ്ങൾ കരയുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ പാഡ് നിങ്ങൾ എനിക്ക് തന്നാൽ മതി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ഉപയോഗിക്കാം. പക്ഷെ ഈ കാര്യം നമ്മൾക്കിടയിൽ മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് ഗായത്രി ലക്ഷ്മിയോട് പറയുന്നു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ ലക്ഷ്മിയെ പരിചയക്കാരും തന്നെ മൈൻഡ് ചെയ്തില്ല. മൂത്ത സഹോദരിയുടെ വീട്ടിലെത്തി രണ്ട് ഇളയ സഹോദരിമാരെയും വിളിച്ചെങ്കിലും അവരും വരാൻ കൂട്ടാക്കിയില്ല. പഴയപോലെ ലക്ഷ്മി ജോലിക്ക് പോയി തുടങ്ങി. പക്ഷെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതിന്റെ വിഷമം ഉണ്ടായിരുന്നു. ഗായത്രിക്ക് വീണ്ടും പീരീഡ്സ് ആവുകയാണ്. അവനുണ്ടാക്കിയ പാഡാണ് അവൾ ഉപയോഗിച്ചത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ അവൾ വീണ്ടും തുണി ഉപയോഗിക്കുന്നത് അവൻ കാണുന്നു. വീണ്ടും സാരി വാഷ് ചെയ്യേണ്ടി വന്നു എന്ന് അവൻ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പാഡ് ഉണ്ടാക്കുന്ന കാര്യം ഇനി ഉപേക്ഷിക്കണം എന്നവൾ പറയുന്നു. ഇനി ഇതിനെക്കുറിച്ച് ആരോടും സംസാരിക്കില്ല എന്നും പാഡ് ഉണ്ടാക്കി ഇനി ആർക്കും കൊടുക്കില്ല എന്നും പ്രോമിസ് ചെയ്യണം എന്ന് അവൾ പറയുന്നു. സ്കൂളിൽ ഊഞ്ഞാലാടുന്ന സമയത്ത് ഊഞ്ഞാല് പൊട്ടി ഒരു കുട്ടി താഴെ വീഴുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ലക്ഷ്മികാന്തിന്റെ ജോലി സ്ഥലത്ത് നിന്നും ഉണ്ടാക്കി കൊടുത്ത ഊഞ്ഞാലായിരുന്നു അത്. ശരിയാക്കാനായി ലക്ഷ്മികാന്ത് മുതലാളിയും പിന്നെ ആ ഊഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്ത പയ്യനും കൂടെ അവിടേക്ക് പോകുന്നു. ഊഞ്ഞാലെല്ലാം ശരിയാക്കി ലക്ഷ്മികാന്ത് ഊഞ്ഞാലിന് ബലമുണ്ടോ എന്ന് സ്വയം ഊഞ്ഞാലാടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഒരു സാരം കസ്റ്റമർക്ക് കൊടുക്കുന്നതിന് മുമ്പ് സ്വയം ചെക്ക് ചെയ്തതിനു ശേഷം വേണം കൊടുക്കാൻ എന്ന് മുതലാളി ആ ഉണ്ടാക്കിയ പയ്യനോട് പറയുന്നു. ഇത് കേട്ട ലക്ഷ്മിക്ക് മനസ്സിലൊരു ആശയം തോന്നുകയും അത് തന്റെ കൂട്ടുകാരായ ബബുലിനോട് പറയുകയും ചെയ്യുന്നു. പക്ഷെ അത് കേട്ടതും ബബുലു വേണ്ട എന്നാണോ പറയുന്നത്? ഞാൻ വേണമെങ്കിൽ എല്ലാ മാസവും നിനക്ക് 55 രൂപ തരാം. നീ പാഡ് വാങ്ങി അതിന്റെ കവറെല്ലാം മാറ്റിയിട്ട് സ്വയം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് കൊടുത്താൽ മതി എന്ന് ബബുലു പറയുന്നു. ഇതെന്റെ അവസാനത്തെ പരീക്ഷണമാണ്. ഇത് പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ലക്ഷ്മികാന്ത് പറയുന്നു. എന്തെങ്കിലും റെഡ് കളറിലുള്ള സിറപ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ ബബുലു പറഞ്ഞെങ്കിലും ലക്ഷ്മികാന്ത് അതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ വീണ്ടും പരീക്ഷണം നടത്താനായി ഒരു ഷോപ്പിൽ പോയിട്ട് ലേഡീസ് ഇടുന്ന പാന്റീസ് എന്റെ സൈസിൽ വേണം എന്ന് പറഞ്ഞ് ലക്ഷ്മികാന്ത് ചോദിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ലക്ഷ്മികാന്തിനെ വെറുപ്പോടെ നോക്കുകയാണ്. അങ്ങനെ ലക്ഷ്മികാന്ത് പറഞ്ഞതനുസരിച്ച് കുറച്ച് രക്തം ബബുലു കൊണ്ടുവന്ന് കൊടുക്കുന്നു. രക്തം വേഗം കട്ട പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാമു എനിക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് തന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അതിൽ 2 തുള്ളി ഒറ്റിക്കുന്നു. ലക്ഷ്മി വീണ്ടും പാഡ് ഉണ്ടാക്കുകയും ആ പാഡ് പാരീസിൽ വെച്ച് സ്വയം ഇടുകയും ചെയ്യുന്നു. ആ പാഡിലേക്ക് ഒരു ട്യൂബ് വഴി രക്തം പമ്പ് ചെയ്യുന്നുമുണ്ട്. ലക്ഷ്മി ഓടിയും ഇരുന്നും പാഡ് ലീക്ക് ആവുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നു. ലീക്ക് ആവാത്തതുകൊണ്ട് ലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഞാൻ പാഡിനെ കുറിച്ച് ആരോടും സംസാരിക്കില്ല എന്നും പാഡ് ഉണ്ടാക്കി ആർക്കും കൊടുക്കില്ല എന്നുമാണ് പ്രോമിസ് ചെയ്തത്. പാഡ് ഉണ്ടാക്കി സ്വയം ഇടില്ല എന്നുള്ള പ്രോമിസ് ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്ന് ലക്ഷ്മികാന്ത് സ്വയം സംസാരിക്കുന്നു. അങ്ങനെ ലീക്ക് ആവുന്നില്ല എന്ന സന്തോഷത്തോടു കൂടി സൈക്കിളിൽ ലക്ഷ്മി വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം ഒരു കൈ കൊണ്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞത് ബ്ലഡ് ലീക്ക് ആവുകയും ലക്ഷ്മിയുടെ പാന്റിൽ മുഴുവൻ ബ്ലഡ് ആവുകയും ചെയ്യുന്നു. ലക്ഷ്മി ഓടി അടുത്തുള്ള നദിയിലേക്ക് എടുത്തു ചാടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് കാണുകയും ബഹളം വെക്കുകയും ചെയ്യുന്നു. ലക്ഷ്മിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് ഗായത്രിയും അമ്മയും അവിടേക്ക് വരികയാണ്. നാട്ടിലെ പ്രമാണിമാരെല്ലാവരും ചേർന്ന് ലക്ഷ്മിയെ ചോദ്യം ചെയ്യുകയാണ്. ലക്ഷ്മി നദീജലത്തെ മലിനമാക്കിയെന്ന് ഒരു സ്വാമി പരാതി പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ലക്ഷ്മിയെ കുറിച്ച് ഓരോ പരാതി പറയുകയാണ്. ഈ സമയം ഗായത്രിയുടെ 2 സഹോദരന്മാർ അവളെ കൊണ്ടുപോകാനായി അവിടേക്ക് വരുന്നു. ലക്ഷ്മി അവരെ തടഞ്ഞപ്പോൾ, നിനക്ക് പൈസ ഇല്ലെങ്കിലും നീ നല്ല കുടുംബത്തിൽ നിന്നാണെന്ന് വിചാരിച്ചു, പക്ഷെ നീ ഇത്രയും മോശപ്പെട്ട ഒരാളാണെന്ന് വിചാരിച്ചില്ല എന്ന് സഹോദരൻ പറയുന്നു. ഗായത്രിയെ കൊണ്ടുപോകാൻ നിന്നപ്പോൾ എനിക്ക് അവളോട് സംസാരിക്കണം എന്ന് ലക്ഷ്മി പറയുന്നു. നിനക്ക് അവരുടെ കൂടെ പോകണമോ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ, സ്ത്രീകൾക്ക് നാണക്കേട്ടിനെ പോലെ വലിയൊരു അസുഖം വേറെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ കൂടെ പോകുന്നു. അമ്മയും പപ്പനും വന്നിട്ട് ലക്ഷ്മിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ലക്ഷ്മി ബ്ലഡ് കൊണ്ട് ഒരു ടെസ്റ്റ് നടത്തിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അടിന്റെ രക്തം മുഴുവൻ ദേഹത്താക്കിയിട്ട് എന്തോ ബ്ലാക്ക് മാജിക് ചെയ്യുകയാണെന്ന് അതിലൊരാൾ പറയുന്നു.
അമ്മയും അവനെ ഉപേക്ഷിച്ച് പോവുകയാണ്. അവിടെയുള്ള ആളുകളുടെ തീരുമാനം പറയാൻ വന്നപ്പോൾ ലക്ഷ്മി അവരെ തടയുകയാണ്. തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ബബ്ലുവിനെ ഏൽപ്പിച്ചിട്ട് ഇത് അമ്മയ്ക്ക് കൊടുക്കണമെന്നും അമ്മ എവിടേക്കും പോകണ്ട എന്ന് പറയണമെന്നും ഞാൻ ഇവിടുന്ന് നാട് വിട്ടു പോകാൻ പോവുകയാണെന്നും ലക്ഷ്മി പറയുന്നു. നീ എവിടേക്കാണ് പോകുന്നതെന്ന് ബബ്ലു ചോദിച്ചപ്പോൾ ഗായത്രിയുടെ അപമാനം അഭിമാനമാക്കാൻ ഏത് നരകത്തിലേക്ക് പോകാനാണെങ്കിലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ നിന്ന് പോകുന്നു. ഗായത്രി വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്ന് പറഞ്ഞ സഹോദരൻ വന്ന് ഭക്ഷണം കൊടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ തെറ്റാണ്, കല്യാണത്തിന് ഒരു ദിവസം മുമ്പെങ്കിലും ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം സ്റ്റോപ്പ് ചെയ്തേനെ എന്ന് സഹോദരൻ പറയുന്നു. ഈ സമയം പൈപ്പിന്റെ ചൂട്ടിൽ വഴിക്ക് വീണ നാത്തൻ ഉറക്കെ കരയുകയാണ്. ആ ശബ്ദം കേട്ട് രണ്ടുപേരും അവിടേക്ക് പോകുന്നു. അവൾ ഓടിച്ചെന്ന് നാത്തുവിനെ പിടിച്ചു എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സഹോദരനാണെങ്കിൽ ഭാര്യയെ വല്ലാതെ ചീത്ത പറയുകയാണ്. സഹോദരൻ ഭാര്യയുടെ പേര് മറന്നത് കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു. ലക്ഷ്മികാന്ത് നേരെ പോകുന്നത് ഒരു കോട്ടൺ റിസർച്ച് സെന്ററിലേക്കാണ്. അവിടെ പോയി തന്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ഞിയും പാഡിൽ ഉപയോഗിക്കുന്ന പഞ്ഞിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ടെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് നോർമൽ പഞ്ഞിയാണെന്നും പാഡിലുള്ളത് സെല്ലുലോസ് ഫൈബർ ആണെന്നും ടെസ്റ്റ് ചെയ്ത അയാൾ പറയുന്നു. സെല്ലുലോസ് ഫൈബർ എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ അത് മരത്തിൽ നിന്നാണെന്ന് പറയുന്നു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അയാൾക്ക് അറിയില്ലായിരുന്നു. അതെല്ലാം അറിയാമെങ്കിൽ ഞാനൊരു കോളേജ് പ്രൊഫസർ ആയിട്ടുണ്ടാവും എന്നായിരുന്നു അയാളുടെ മറുപടി. ലക്ഷ്മികാന്ത് നേരെ ഒരു കോളേജിൽ ചെന്ന് അവിടുത്തെ സെക്യൂരിറ്റിയോട് പ്രൊഫസറിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് നോളജിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. കുറച്ച് നോളജ് മതിയെങ്കിൽ കോളേജിൽ പോകാനും കൂടുതൽ നോളജ് വേണമെങ്കിൽ ട്യൂഷൻ പോകാനുമാണ് സെക്യൂരിറ്റി പറയുന്നത്. പക്ഷെ എനിക്ക് ഫ്രീ ആയിട്ടാണ് നോളജ് വേണ്ടത് എന്ന് ലക്ഷ്മി പറയുന്നു. അങ്ങനെ ഫ്രീ ആയിട്ട് നോളജ് കിട്ടാനായി അവിടുത്തെ ഒരു പ്രൊഫസറിന്റെ വീട്ടിൽ ലക്ഷ്മി ജോലിക്ക് നിൽക്കുന്നു. എല്ലാ ജോലി ചെയ്തിട്ടും ലക്ഷ്മിക്ക് പക്ഷെ ആ പ്രൊഫസറിനോട് സംസാരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സങ്കടം ലക്ഷ്മി പ്രൊഫസറിന്റെ മകനോട് പറയുകയാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും, എന്താണ് അറിയേണ്ടത് എന്ന് ആ കുട്ടി ലക്ഷ്മിയോട് ചോദിക്കുന്നു. സെല്ലുലോസ് ഫൈബർ എത്ര നനഞ്ഞാലും ഡ്രൈ ആയി തന്നെ ഇരിക്കുമെന്നും അതൊരു അമേരിക്കൻ കമ്പനിയാണ് വിൽക്കുന്നതെന്നും ആ കുട്ടി ലക്ഷ്മിയോട് പറയുന്നു. അങ്ങനെ കുട്ടിയുടെ സഹായത്തോടെ ആ കമ്പനിയിലേക്ക് വിളിച്ച് കുറച്ച് സാമ്പിൾ സെൻഡ് ചെയ്യാൻ പറയുന്നു. കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റും ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ സെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് അവിടെ നിന്നും മറുപടി കിട്ടിയത്. തന്റെ കമ്പനിക്ക് 6000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നും പാഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ സാമ്പിൾ അയക്കാൻ തയ്യാറാകുന്നു. പ്രൊഫസർ രാവിലെ പുറത്തു പോകാൻ നിൽക്കുമ്പോഴാണ് സാമ്പിൾ അയച്ച കൊറിയർ വരുന്നത്. ലക്ഷ്മി എന്റർപ്രൈസസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അയാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് ലക്ഷ്മി ഓടി വന്ന് ആ കൊറിയർ വാങ്ങിക്കുകയും പൊട്ടിച്ചു നോക്കുകയും ചെയ്യുന്നു. അതിൽ കുറെ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ കാർഡ്ബോർഡ് പീസ് മുറിച്ചു നോക്കിയെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിരാശയോടെ ചെയറിലിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന നായ വന്ന് ആ കാർഡ്ബോർഡ് മാന്താൻ തുടങ്ങിയത്. മറന്നുപോയ ഒരു ഫയൽ എടുക്കാനായി തിരിച്ചു വന്നപ്പോൾ പ്രൊഫസർ കാണുന്നത് പഞ്ഞിയുമായി നിൽക്കുന്ന ലക്ഷ്മികാന്തിനെയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പാഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നു. നീ ഒരു പുരുഷനല്ലേ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് സ്വയം പുരുഷൻ എന്ന് പറയുന്നത് എന്നായിരുന്നു ലക്ഷ്മിയുടെ ചോദ്യം. രാത്രി ഉറങ്ങിക്കിടക്കുന്ന ലക്ഷ്മി വിളിച്ച് നീ നല്ല ഡയലോഗ് പറയുന്നു, അത് കേട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, നിനക്ക് പാഡ് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞു കമ്പ്യൂട്ടറിൽ പാഡ് ഉണ്ടാക്കുന്ന മെഷീനെ കുറിച്ച് പ്രൊഫസർ കാണിച്ചു കൊടുക്കുന്നു. മെഷീന്റെ വില കോടികളാണെന്നും ഇത് 1 മിനിറ്റിൽ 100 പാഡ് ഉണ്ടാക്കുമെന്നും പറയുന്നു. നിനക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ഗ്രാജുവേറ്റ്സ് ഉണ്ടാക്കിയതാണെന്ന് പ്രൊഫസർ കളിയാക്കി പറയുന്നു. നമുക്ക് ലേഡീസിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ല ജോലിക്ക് പോയിട്ട് അവർക്ക് പാഡ് വാങ്ങിച്ചു കൊടുക്കണമെന്നും അല്ലാതെ ഇങ്ങനെ വീട്ടിയാകരുതും എന്നും പറഞ്ഞ് പ്രൊഫസർ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ലക്ഷ്മി ആ കമ്പ്യൂട്ടറിൽ ആ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കി മനസ്സിലാക്കുന്നു. പിറ്റേ ദിവസം രാവിലെ പ്രൊഫസറിനോട് എനിക്കൊരു തെറ്റ് പറ്റിയെന്നും എനിക്ക് പാഡല്ല ഉണ്ടാക്കുന്നത് പാഡ് ഉണ്ടാക്കുന്ന മെഷീനാണെന്നും പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്നും പോകുന്നു. പാഡ് ഉണ്ടാക്കുന്ന മെഷീൻ നിർമ്മിക്കാൻ ഒരു ചെറിയ സ്ഥലം വാടകയ്ക്ക് എടുക്കുകയും മെഷീൻ ഉണ്ടാക്കുന്ന ചെലവിന് വേണ്ടിയിട്ട് സേഡ് ചെയ്ത് സോപ്പിട്ട് കുറച്ച് പൈസ കടവാങ്ങിക്കുകയും ചെയ്യുന്നു. വളരെ നാളത്തെ കഷ്ടപ്പാടിനും പരിശ്രമത്തിനും ശേഷം ലക്ഷ്മി പാഡ് ഉണ്ടാക്കുന്നു. പക്ഷെ ഇത് ഗായത്രിക്ക് സൂട്ടാകുമോ എന്ന് എങ്ങനെ അറിയാം എന്നതായിരുന്നു ലക്ഷ്മിയുടെ ചിന്ത. പിന്നെ കാണിക്കുന്നത് സ്റ്റേജ് പ്രോഗ്രാമാണ്. അതിൽ തബല കൊട്ടുന്ന പെൺകുട്ടിക്ക് പീരീഡ്സ് ആവുകയും അത് അവൾ തന്റെ ഫ്രണ്ട്സിനോട് ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നു. പാഡ് വാങ്ങാനായി മെഡിക്കൽ ഷോപ്പ് തപ്പി ഇറങ്ങിയ അവർക്ക് നിരാശയായിരുന്നു ഫലം. കാരണം രാത്രി ആയതുകൊണ്ട് എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. വഴിയിൽ ലക്ഷ്മികാന്തിനെ കണ്ട അവർ ഇവിടെ എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സഹോദരിയോ ഭാര്യയോ ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അവരുടെ അടുത്ത ചോദ്യം. ലേഡീസ് പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ പാഡ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മികാന്ത് തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പാഡ് എടുത്ത് അവർക്ക് നീട്ടുന്നു. പോക്കറ്റിൽ പാഡും കൊണ്ട് നടക്കുന്ന ഒരാളെ കണ്ട് അവർ ശരിക്കും അന്തം വിട്ടു പോവുകയാണ്. അവർ പാഡ് വാങ്ങിച്ച് വേഗം കാറിൽ കയറി പോകുന്നു. ഞാനുണ്ടാക്കിയത് ശരിയാണോ തെറ്റാണോ എന്ന് നാളെ അറിയാം എന്ന് ലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി ലക്ഷ്മി പാഡിന്റെ ഫീഡ്ബാക്ക് ചോദിക്കുകയാണ്. അവർക്ക് പക്ഷെ കാര്യമൊന്നും മനസ്സിലായില്ല. പാഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നായിരുന്നു അവളുടെ മറുപടി. അത് കേട്ട ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നു. ഈ വാക്ക് കേൾക്കാനായി ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഞാനിതെന്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയതാണ്. നിങ്ങളാണ് എന്റെ ആദ്യത്തെ കസ്റ്റമർ. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ലക്ഷ്മികാന്ത് അവിടെ നിന്നും പോകുന്നു. ഗായത്രിന്റെ സഹോദരൻ ഡിവോഴ്സ് നിർബന്ധിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. പക്ഷെ അവൾക്കതിന് സമ്മതമായിരുന്നില്ല. എന്റെ ജാതകം നോക്കിച്ചപ്പോൾ എല്ലാം ശരിയാകുമെന്നാണ് ജ്യോത്സ്യം പറഞ്ഞിരിക്കുന്നത് എന്ന് അവൾ പറയുന്നു. ഈ സമയം ലാൻഡ് ഫോണിലേക്ക് കോൾ വരികയാണ്. ഫോണിൽ ലക്ഷ്മികാന്തിന്റെ ശബ്ദം കേട്ടതും അവൾക്ക് സന്തോഷമാവുകയാണ്. എന്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പെടുന്നതിന് ശേഷം ഞാൻ പാഡ് ഉണ്ടാക്കി, അത് നിനക്ക് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ലക്ഷ്മി സന്തോഷത്തോടെ പറയുന്നു.
ഇത്രയും നാളിന് ശേഷം ഫോൺ ചെയ്തപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും ചോദിക്കുന്നില്ല. അപ്പോഴും പറയുന്നത് പാഡിനെ കുറിച്ചാണ് എന്ന് അവൾ സങ്കടത്തോടെ നാത്തുവിനോട് പറയുന്നു. ഫോൺ അവിടെ ഇട്ട് ഒരിക്കലും അയാൾ മാറുകയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ഈ സമയം സഹോദരൻ ഫോൺ എടുത്ത് നിനക്ക് ഉടനെ ഡിവോഴ്സ് പേപ്പർ എത്തും എന്ന് പറയുന്നു. വല്ലാതെ വിഷമിച്ച് വീട്ടിലെത്തിയ ലക്ഷ്മി കാണുന്നത് അവനെ കാത്ത് പരിയും കൂട്ടുകാരും നിൽക്കുന്നതാണ്. ഒരാൾ എന്തിനാണ് പാഡ് ഉണ്ടാക്കുന്നത് എന്ന് പരി അവനോട് ചോദിക്കുന്നു. അത് കേട്ടതും ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ലക്ഷ്മി പരിയോട് പറയുന്നു. ലക്ഷ്മി ഉണ്ടാക്കിയ മെഷീൻ കണ്ട് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പരി പറയുന്നു. ഇത്രയും ചീപ്പായിട്ടുള്ള പാഡ് ഉണ്ടാക്കാൻ എനിക്ക് വേണ്ടി വന്നത് എന്റെ കുറച്ച് ബുദ്ധിയും ഉറക്കമില്ലാത്ത കുറച്ച് രാത്രികളും പിന്നെ 90,000 റുപ്പീസുമാണ്. പക്ഷെ എനിക്ക് നഷ്ടമായത് എന്റെ അമ്മയും ഭാര്യയും നാടും എന്റെ അഭിമാനവും ആണ് എന്ന് ലക്ഷ്മി പറയുന്നു. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ ആണോ എന്ന് അവൾ ചോദിക്കുന്നു. അത് കേട്ടതിന് ലക്ഷ്മി അകത്ത് ചെന്ന് താൻ ഉണ്ടാക്കിയ 5 പാഡും എടുത്തുകൊണ്ടുവന്ന് നീയാണ് എന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഫുൾ പാക്കറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ അവൾക്ക് കൊടുക്കുന്നു. ഞാനൊരു ഫീഡ്ബാക്ക് പറയട്ടെ എന്നവൾ ചോദിക്കുകയാണ്. ഈ പാഡ് ഒരു ഭാഗത്ത് ഒട്ടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നവൾ പറയുന്നു. പിന്നെ കാണിക്കുന്നത് പരിയുടെ വീടാണ്. അച്ഛൻ എന്തിനാണ് ഫുഡ് ഉണ്ടാക്കി കഷ്ടപ്പെടുന്നത്, ഓർഡർ ചെയ്ത പോരെ എന്നവൾ ചോദിക്കുന്നു. കല്യാണം കഴിഞ്ഞ് നീ മാഗി നൂഡിൽസ് കഴിക്കുമ്പോൾ എല്ലാ ദിവസവും എന്റെ ഫുഡ് മിസ് ചെയ്യും, അതിനു വേണ്ടിയിട്ടാണ് എന്ന് അച്ഛൻ മറുപടി പറയുന്നു. 3 മാസം കഴിയുമ്പോഴേക്കും എന്റെ MBA കഴിയും. അച്ഛൻ IIT-ന്ന് റിട്ടയർഡ് ആകുമ്പോഴേക്കും ഞാൻ ഒരു CEO ആവുകയും അച്ഛനേക്കാൾ സാലറി വാങ്ങിക്കുകയും അച്ഛനെ കുക്കായിട്ട് നിയമിക്കുകയും ചെയ്യുമെന്ന് അവൾ പറയുന്നു. അച്ഛൻ ഉണ്ടാക്കിയ ഭക്ഷണം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇത് സൗത്ത് ഇന്ത്യൻ ഡിഷായ വെത്തക്കുളമ്പാണെന്നും ലാസ്റ്റ് ടൈം ചെന്നൈ പോയപ്പോൾ പ്രൊഫസർ രാമസ്വാമിയുടെ വീട്ടിൽ നിന്നും കഴിച്ചെന്നും റെസിപ്പി ചോദിച്ചപ്പോൾ തരില്ലെന്നും ഇത് കഴിക്കണമെങ്കിൽ വീട്ടിലേക്ക് വരണമെന്നുമാണ് രാമസ്വാമി പറഞ്ഞത്. ഡൽഹിക്ക് വന്നാൽ നീ ചെന്നൈയെ മറന്നു പോകുന്ന രീതിയിൽ ഞാൻ വെത്തക്കുളമ്പ് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രാമസ്വാമി വരുന്നതിന് മുമ്പ് ആദ്യം നിനക്ക് വെച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചെന്നും കാരണം നീ എന്നെ ഗിന്നിപ്പിക്കാണെന്നും അവളുടെ അച്ഛൻ പറയുന്നു. ഈ ലോകത്തിലുള്ള എല്ലാവരും എന്നെ എന്തിനാണ് ഗിന്നിപ്പിക്കാക്കുന്നത് എന്നായിരുന്നു അവളുടെ ചോദ്യം. ഞാനല്ലാതെ വേറെ ആരാണ് നിന്നെ ഗിന്നിപ്പിക്കാക്കിയത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അവൾ ലക്ഷ്മികാന്തിന്റെ കാര്യം പറയുന്നു. കടം വാങ്ങിച്ച പൈസ തിരിച്ചു ചോദിച്ചുകൊണ്ട് സേഠ്ജി ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നു. അതേസമയം പാരിയുടെ ഡ്രൈവറും അവിടെ എത്തുകയാണ്. നിങ്ങൾക്കൊരു ഫോൺ വാങ്ങിച്ചൂടെ, കുറെ നേരമേ മേഡം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവർ ലക്ഷ്മികാന്തിന് ഫോൺ കൊടുക്കുന്നു. ഡൽഹിയിൽ IIT-യുടെ ഇന്നോവേഷൻ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ ലക്ഷ്മികാന്തിനോട് പാരി പറയുന്നു. അതിൽ പങ്കെടുത്താൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചപ്പോൾ ജയിച്ചാൽ 2 ലക്ഷം സമ്മാനം കിട്ടും എന്നവൾ പറയുന്നു. സേഠ്ജിക്ക് 1 ലക്ഷം രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്ന് ലക്ഷ്മികാന്ത് പറയുന്നു. ലക്ഷ്മി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും തന്റെ മെഷീന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നു. വലിയ വലിയ കമ്പനികൾ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനാണ് ഉപയോഗിക്കുന്നതെന്നും പാഡിന്റെ വില കൂടുതലാണെന്നും പറയുന്നു. കൈകൾ കൊണ്ടാണ് തന്റെ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതെന്നും തന്റെ പാഡിന്റെ വില വെറും 2 രൂപ മാത്രമാണ് ഉള്ളതെന്നും ലക്ഷ്മി പറയുന്നു. ഓർഡർ കൊടുക്കാൻ അവിടെ എത്തുന്നത് അമിതാഭ് ബച്ചനാണ്. മണ്ണൂണുണ്ടാക്കിയ റെഫ്രിജറേറ്ററാണ് 2 ലക്ഷം ക്യാഷ് പ്രൈസ് എന്ന് അനൗൺസ് ചെയ്തതും ലക്ഷ്മി വിഷമത്തോടെ അവിടെ നിന്നും എണീറ്റു പോകുന്നു. ഈ സമയം പാരിയുടെ അച്ഛൻ വന്ന് ലക്ഷ്മിക്ക് പ്രസിഡന്റ് അവാർഡ് ഉണ്ടെന്ന് അറിയിക്കുന്നു. ലക്ഷ്മികാന്ത് ഇന്ത്യയുടെ പാഡ്മാൻ ആണെന്നും നമ്മുടെ റിയൽ ഹീറോ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് അമിതാഭ് ബച്ചൻ ലക്ഷ്മികാന്തിന് സമ്മാനം നൽകുന്നത്. അമിതാഭ് ബച്ചൻ ലക്ഷ്മികാന്തിന് അവാർഡ് നൽകുന്ന ഫോട്ടോ പേപ്പറിൽ വരികയും അത് ലക്ഷ്മികാന്തിന്റെ അമ്മയും സഹോദരിയും ഗായത്രിയും കൂട്ടുകാരും എല്ലാവരും കാണുന്നു. പാരിയുടെ വീട്ടിൽ ലക്ഷ്മികാന്ത് വിജയിച്ചതിന്റെ പാർട്ടി നടക്കുകയാണ്. ലക്ഷ്മികാന്തിന് ഒരു മൊബൈൽ ഫോൺ പാരി സമ്മാനമായി നൽകുന്നു. തന്റെ മെഷീന്റെ പാറ്റേൺ കുറച്ച് ദിവസത്തിനുള്ളിൽ വരുമെന്ന് പാരിയുടെ അച്ഛൻ പറയുന്നു. പാറ്റേൺ എന്താണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഉണ്ടാക്കിയ മെഷീൻ വേറെ ആർക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല എന്ന് പാരി പറയുന്നു. വേറെ ആരെങ്കിലും ആ മെഷീൻ ഉണ്ടാക്കുന്നതിൽ എനിക്കൊരു വിരോധമില്ല എന്നായിരുന്നു ലക്ഷ്മികാന്തിന്റെ മറുപടി. കോടികൾ വിലയുള്ള മെഷീൻ നിങ്ങൾ വെറും 90,000 ആണ് ഉണ്ടാക്കിയതെന്നും വലിയ വലിയ കമ്പനികൾ നിങ്ങളുടെ പാറ്റേൺ ഉപയോഗിച്ച് മെഷീൻ ഉണ്ടാക്കി ബ്രാൻഡ് നെയിം വെച്ച് മാർക്കറ്റിൽ വിൽക്കുമെന്നും നിങ്ങളൊരു മില്യണയർ ആക്കാൻ പോവുകയാണെന്നും അവൾ പറയുന്നു. ലക്ഷ്മി പക്ഷേ അതിൽ ഹാപ്പി ആയിരുന്നില്ല. കാരണം തന്റെ പാറ്റേണിന് വേണ്ടി വലിയ വലിയ കമ്പനികൾ തനിക്ക് 1 കോടി രൂപ തരികയാണെങ്കിൽ അവർ വിൽക്കുന്ന പാഡിന് വില കൂടും. പാഡിന്റെ വില കൂടെയാണെങ്കിൽ പിന്നെ ഞാൻ കണ്ടുപിടിച്ചതിന്റെ ഉപയോഗം എന്താണ് എന്ന് ലക്ഷ്മി ചിന്തിക്കുന്നു. ഞാൻ ആർക്കു വേണ്ടിയാണോ പാഡ് ഉണ്ടാക്കിയത് അവരെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് പാഡ് ഉണ്ടാക്കി അവിടെയുള്ള സ്ത്രീകൾക്ക് വിൽക്കാൻ പോവുകയാണെന്നും എന്റെ മെഷീന് കോടിക്കണക്കിന് രൂപയല്ല ആവശ്യം, എന്റെ മെഷീൻ കൊണ്ട് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരമാണ് ഉണ്ടാവേണ്ടത് എന്നൊരു ലെറ്റർ എഴുതി ലക്ഷ്മി അവിടെ നിന്നും പോകുന്നു. ആ ലെറ്ററിനൊപ്പം താങ്ക് യു എന്നെഴുതിയ ഒരു പാഡും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാഡ് പക്ഷേ ഇപ്രാവശ്യം ഒരു ഭാഗത്ത് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ലക്ഷ്മികാന്ത് സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ സേട്ടും കുടുംബവും ആരതിയെടുത്താണ് ലക്ഷ്മികാന്തിനെ സ്വീകരിച്ചത്. അവിടെയുള്ള ജനങ്ങളെല്ലാം ലക്ഷ്മികാന്തിനെ കാണാനെത്തിയിരുന്നു. സേട്ടിന് കൊടുക്കാനുള്ള പൈസ തിരിച്ചു കൊടുത്തപ്പോൾ അയാൾ അത് വാങ്ങിയില്ല. നീ കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ അയാൾ പറയുന്നു. ലക്ഷ്മികാന്ത് ഒരു പാഡ് ഉണ്ടാക്കി തന്നെ ആരതി എടുത്താൽ സേട്ടിന്റെ മകളുടെ തട്ടിൽ അത് വെക്കുകയും നീ ആരോഗ്യവതിയായിരിക്കണമെന്ന് അവളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൾ അത് കണ്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്. സേഠ്ജി അപ്പോഴാണ് ആ പേപ്പറിൽ എഴുതിയത് മുഴുവൻ വായിക്കുന്നത്. ലക്ഷ്മികാന്ത് കണ്ടുപിടിച്ചത് പാഡാണെന്ന് അറിഞ്ഞപ്പോൾ നീ ഈ വൃത്തികെട്ട സാധനമാണോ കണ്ടുപിടിച്ചത്, എന്റെ പൈസ തിരിച്ചു തരണം എന്ന് അയാൾ പറയുന്നു. ഈ സമയം പാരിക്കാണെങ്കിൽ ഒരു ഇന്റർവ്യൂ നടക്കണം. പാരി ഇന്റർവ്യൂവിൽ സെലക്ട് ആയി എന്ന വിവരം അവർ അറിയിക്കുന്ന സമയത്താണ് ലക്ഷ്മികാന്തിന്റെ കോൾ വരുന്നത്. അവർ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കതെ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു.
ഞാൻ കണ്ടുപിടിച്ചതൊരു ശാപമാണ്. ആ പാറ്റന്റ് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്ന് ലക്ഷ്മികാന്ത് ഫോൺ എടുത്ത ഭാര്യയോട് പറയുന്നു. സമയം ലക്ഷ്മികാന്തിനെ അന്വേഷിച്ച് സുഹൃത്തുക്കൾ അവിടെ എത്തുന്നു. നിന്റെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഭയങ്കര ടെൻഷനാണ്, നീ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് ബബുലു പറയുകയാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്, എന്റെ നമ്പർ തരാം, നീ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ എപ്പോഴും ഫോണിൽ അറിയിക്കണമെന്ന് ലക്ഷ്മികാന്ത് പറയുന്നു. അമ്മയ്ക്ക് കൊടുക്കാനെ കുറച്ച് പൈസയും ലക്ഷ്മികാന്ത് ബബുലുവിനെ ഏൽപ്പിക്കുന്നു. പണ്ട് ബബുലുവിനോട് വാങ്ങിച്ച 15 രൂപ ലക്ഷ്മികാന്ത് തിരിച്ചു കൊടുത്തപ്പോൾ നീ അമിതാഭ് ബച്ചനോട് കൂടെ ഫോട്ടോ എടുത്തപ്പോൾ വലിയ ആളായി. നിനക്ക് ഈ പൈസ തിരിച്ചു തരണമെങ്കിൽ നീ നാട്ടിൽ അവിടെ വന്നിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് ബബുലു പറയുന്നു. വിഷമിച്ചിരിക്കുന്ന ലക്ഷ്മികാന്തിന്റെ അടുത്തേക്ക് ഭാര്യ എത്തുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി ഉണ്ടാക്കിയ എല്ലാ പാഡും ഒരു ബാഗിലാക്കി അവൾ പുറത്തേക്ക് പോകുന്നു. അവൾ ഓരോ വീട്ടിലും പോയി പാഡ് വിറ്റ് ആ പൈസയുമായി തിരിച്ചു വരുന്നു. ലക്ഷ്മികാന്തിന് പക്ഷെ അത് വിശ്വസിക്കാനായില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ലേഡിയാണ്, ലേഡീസിന്റെ പ്രശ്നങ്ങൾ ലേഡീസിനോട് മാത്രമേ സംസാരിക്കൂ എന്നുള്ള കാര്യം അറിയില്ലേ എന്നവൾ ചോദിക്കുന്നു. ഒട്ടും സൗകര്യമില്ലാത്ത ലക്ഷ്മികാന്തിന്റെ മുറിയിൽ കൊതുകടിയും കണ്ട് കിടന്നുറങ്ങുന്ന ഭാര്യയെ കാണുമ്പോൾ ലക്ഷ്മികാന്തിന് വിഷമമാവുന്നുണ്ട്. രാവിലെ സാവിത്രി എന്ന സ്ത്രീയുടെ കരച്ചിൽ കേട്ടാണ് ഭാര്യ മുറിയിൽ നിന്ന് പുറത്തു വരുന്നത്. നിനക്കവരെ അറിയോ എന്ന് ലക്ഷ്മികാന്ത് ചോദിച്ചപ്പോൾ ഇവരാണ് നമ്മുടെ പാഡ് ഇന്നലെ ആദ്യമായിട്ട് വാങ്ങിയത് എന്ന് ഭാര്യ പറയുന്നു. കള്ളു കുടിച്ചിട്ട് വന്ന് തന്നെ എപ്പോഴും അടിക്കുമെന്നും പൈസ കൊടുത്തില്ലെങ്കിൽ കുട്ടിയെ വിൽക്കുമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നും സാവിത്രി പറയുന്നു. ലക്ഷ്മികാന്ത് അവനെ അടിച്ച് ഇനി അവളുടെ അടുത്ത് ചെല്ലരുത് എന്ന് പറഞ്ഞ് വാണിംഗ് നൽകുന്നു. അച്ഛനും അമ്മയാണെങ്കിൽ തന്നെ ഉപേക്ഷിച്ചു, എനിക്കാണെങ്കിൽ ചെയ്യാൻ വേറെ ജോലിയൊന്നും അറിയില്ല എന്നവൾ സങ്കടത്തോടെ പറയുന്നു. ലക്ഷ്മികാന്ത് അവൾക്ക് പാഡ് വിൽക്കുന്ന ജോലി നൽകുകയും ഭാര്യയുടെ ഒപ്പം പോയി അവൾ എങ്ങനെയാണ് പാഡ് വിൽക്കേണ്ടതെന്ന് പഠിക്കുകയും ചെയ്യുന്നു. സാവിത്രിയെ പാഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും സാവിത്രിയോടൊപ്പം ജോലി ചെയ്യാൻ ഒരുപാട് സ്ത്രീകൾ അവളോടൊപ്പം വരികയും ചെയ്യുന്നു. ഈ പാഡിന് എന്തെങ്കിലും പേര് വെക്കണം, പാഡെന്ന് പറയുമ്പോൾ ചിലർക്ക് മടിയാണ്, പേരുണ്ടെങ്കിൽ പറയാൻ എളുപ്പമാണ് എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ലക്ഷ്മികാന്ത് അതിന് പാരി എന്ന് പേര് വെക്കുന്നു. ലക്ഷ്മികാന്തിന്റെ പാഡ് ബിസിനസ് സക്സസ് ആയി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇനി എന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഡൽഹിയിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ എന്ന് ഭാര്യ ചോദിക്കുന്നു. ലോകത്ത് വെറും 12% സ്ത്രീകൾ മാത്രമേ പാഡ് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് ഞാനല്ല എന്നായിരുന്നു ലക്ഷ്മികാന്തിന്റെ മറുപടി. അങ്ങനെയാണെങ്കിൽ ഇനിയും പാഡ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കൂ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ എന്റെ കയ്യിലുള്ള പൈസ തീർന്നു പോയി എന്ന് ലക്ഷ്മി പറയുന്നു. സാവിത്രി പോലുള്ള സ്ത്രീകൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമെന്നും ആ പൈസ കൊണ്ട് അവർ ലക്ഷ്മികാന്തിന്റെ മെഷീൻ വാങ്ങിക്കുമെന്നും അപ്പോൾ ലക്ഷ്മികാന്തിന് പുതിയ മെഷീൻ ഉണ്ടാക്കാനുള്ള പൈസ കിട്ടുമെന്നുള്ള ഐഡിയ ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു. ലക്ഷ്മികാന്ത് മെഷീൻ ഉണ്ടാക്കി സ്ത്രീകൾക്ക് വിൽക്കുകയും സ്ത്രീകൾ മെഷീൻ വാങ്ങി പാഡ് ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ബിസിനസ് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് വളരാൻ തുടങ്ങി. ഭാര്യയുടെ ബർത്ത്ഡേക്ക് അവരുടെ അടുത്തേക്ക് ഭാര്യയുടെ അച്ഛൻ വരുന്നു. ലക്ഷ്മികാന്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം TV ചാനലിനെ അദ്ദേഹം അറിയിക്കുന്നു. അങ്ങനെ ലക്ഷ്മികാന്തിനെ ഇന്റർവ്യൂ ചെയ്യാനായി പല TV ചാനലിൽ നിന്നും ആളുകൾ എത്തുന്നു. അങ്ങനെ ലക്ഷ്മികാന്ത് ടിവിയിൽ വരുന്നത് എല്ലാവരും കാണുകയാണ്. ടിവിയിൽ വന്നതോടുകൂടി അവരുടെ മെഷീന് പല രാജ്യങ്ങളിൽ നിന്നും ഓർഡർ വരാൻ തുടങ്ങി. സ്പീച്ച് ചെയ്യാനായി ലക്ഷ്മികാന്തിന് ന്യൂയോർക്കിൽ നിന്നും ക്ഷണം വരുന്നു. അമേരിക്കയിലെത്തി സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നീയും കൂടെ സ്റ്റേജിലേക്ക് വരുമോ, എനിക്ക് ടെൻഷൻ ആവുന്നു എന്ന് ലക്ഷ്മികാന്ത് പറഞ്ഞപ്പോൾ പാരി കിസ് ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. സ്റ്റേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിർത്തിയാലോട് നിങ്ങൾ മിഡിലിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഡിസ്റ്റർബ് ആവുന്നു, നിങ്ങൾ അവിടെ പോയി ഇരുന്നോളൂ എന്ന് ലക്ഷ്മി പറയുന്നു. സ്റ്റേജിൽ തനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് അതിഗംഭീരമായ സംഭാഷണമായിരുന്നു ലക്ഷ്മി നടത്തിയത്. ഞാനാണ് ആദ്യത്തെ പാഡ്മാൻ എന്നും എന്റെ പേര് ഷോർട്ടായിട്ട് ലക്ഷ്മി എന്നാണെന്നും ലക്ഷ്മി എന്ന് വെച്ചാൽ പൈസയാണ് എന്ന അർത്ഥം, പൈസയുടെ പിന്നാലെ ഞാൻ പോവാത്തത് കൊണ്ടാണ് ഞാൻ പാഡ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ലക്ഷ്മികാന്ത് പറയുന്നു. എല്ലാവരും ലക്ഷ്മിയുടെ സ്പീച്ച് കേട്ട് കൈയടിക്കുന്നു. ഇത്രയും ഇംഗ്ലീഷ് എനിക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല എന്ന് ലക്ഷ്മികാന്ത് ഭാര്യയോട് പറഞ്ഞപ്പോൾ പാരി അവന്റെ കയ്യിൽ പിടിച്ച് അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഗായത്രിയുടെ ഫോൺ വരുന്നു. ഈ സമയം പാരിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. തിരിച്ച് പ്ലെയിനിൽ മടങ്ങുന്ന സമയത്ത് ഭാര്യയോട് എന്തു പറയണമെന്നറിയാതെ വല്ലാത്ത വിഷമിച്ചായിരുന്നു ലക്ഷ്മികാന്ത് ഇരുന്നത്. ഒരു കിസ് കൊണ്ട് നിന്റെ ലൈഫ് പാർട്ട്ണർ ഒന്നും ആകാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം, നമ്മൾ ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്, ഹ്യൂമൻ ബീയിങ് അല്ലേ, ഇടയ്ക്കൊക്കെ എങ്ങനെ സംഭവിക്കും, എന്റെ മനസ്സ് വൈറ്റ് പേപ്പർ പോലെ ക്ലിയർ ആണ് എന്ന് ഭാര്യ പറയുന്നു. എയർപോർട്ടിൽ അവരെ കാത്ത് പാരിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു. എനിക്ക് പത്മശ്രീ അവാർഡ് ഉണ്ടെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞതും അവൾ സന്തോഷം കൊണ്ട് ലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നു. ഈ സമയം ലക്ഷ്മികാന്തിന്റെ സുഹൃത്ത് ഫോൺ ചെയ്ത് നീ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നതെന്നും നിന്നെ അടിക്കാനായി കാത്തിരുന്ന എല്ലാവരും നിന്നെ ഇപ്പോൾ സ്വീകരിക്കാനായി കാത്തു നിൽക്കുകയാണെന്നും പറയുന്നു. 2 hours ഇവിടെ നിന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ പോകാൻ അവൾ ലക്ഷ്മിയോട് പറയുന്നു. വളരെ വിഷമത്തോടെ അവൾക്കൊരു ഹഗ് നൽകി ലക്ഷ്മി അവിടെ നിന്നും പോകാൻ ഒരുങ്ങുന്നു. പോകുന്നതിന് മുമ്പ് നിന്റെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ അവൾ പറയുകയാണ്. ലക്ഷ്മി പാഡ് മെഷീൻ ഉണ്ടാക്കി, പക്ഷെ ലക്ഷ്മി ഉണ്ടാക്കിയത് നീയാണെന്ന്, നീ എന്റെ പാഡിന്റെ പേരല്ല എന്റെ ഹൃദയത്തിന്റെ പേരാണെന്നും എന്നെ സംബന്ധിച്ചിടത്തോളം നീയാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ലക്ഷ്മി അവിടെ നിന്നും മടങ്ങുന്നു. അവനെ ഒരുപാട് സ്നേഹിക്കുന്ന കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നും എന്തിനാണ് പോകാൻ അനുവദിച്ചതെന്നും അച്ഛൻ അവളോട് ചോദിക്കുന്നു. ഞാൻ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ലക്ഷ്മിക്ക് ഒരിക്കലും പഴയ ലക്ഷ്മിയായിട്ട് ഇരിക്കാൻ കഴിയില്ല എന്നായിരുന്നു അവളുടെ മറുപടി. ലക്ഷ്മിക്ക് നാട്ടിൽ വലിയൊരു സ്വീകരണമാണ് കിട്ടുന്നത്. ലക്ഷ്മിയുടെ അമ്മയും സഹോദരിമാരും ഭാര്യയും എല്ലാവരും തിരിച്ചു വരുന്നു. പണ്ട് പീരീഡ്സ് ആയാൽ വരാന്തയിൽ കിടന്നുറങ്ങിയ ഗായത്രി ഇപ്പോൾ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. മാത്രമല്ല അവളും പാഡ് വിൽക്കാൻ തുടങ്ങി. രക്ഷാബന്ധൻ ദിവസം എല്ലാ സഹോദരിമാർക്കും ലക്ഷ്മികാന്ത് പാഡ് സമ്മാനമായി നൽകുന്നു. അങ്ങനെ പത്മശ്രീ വാങ്ങാനായി ഡൽഹിയിലെത്തിയ ലക്ഷ്മി ഭാര്യയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് ചെന്നെങ്കിലും അവൾ ലണ്ടനിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് എന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറയുന്നു. ലക്ഷ്മികാന്തിനെ പറ്റി എല്ലാ മാഗസീനിലും അച്ചടിച്ചു വരികയാണ്. ലണ്ടനിലിരുന്ന്
ലക്ഷ്മിയെ പറ്റിയുള്ള മാഗസിൻ വായിക്കുന്ന ഭാര്യയെ കാണിക്കുന്നതോടുകൂടി മൂവി അവസാനിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കഥയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ.